പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണ്. 1863 ഓഗസ്റ്റ് 28 ജനിച്ച് 1941 ജൂൺ 18 വരെ ജീവിച്ച ആ മഹാത്മാവ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, ഇങ്ങനെയാണ് കേരള നവോത്ഥാനത്തിൻ്റെ ഘടന. കാരണം ഈ മൂന്ന് മഹാത്മാക്കളും ഒരു ഗുരുനാഥന്റെ ശിഷ്യന്മാരായിരുന്നു. അയ്യാ വൈകുണ്ഠസ്വാമികൾ. അയ്യാ വൈകുണ്ഠസ്വാമികളുടെ സ്വാധീനത്തിലൂടെ ഈ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കുവാൻ, ഭ്രാന്താലയത്തിൽ നിന്നും തീർത്ഥാലയത്തിലേക്ക് നയിക്കുവാൻ വ്യത്യസ്ത സമുദായങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മൂന്ന് ആചാര്യന്മാരും പ്രവർത്തിച്ചു. ഇതിൽ പുലയ സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനം. അയ്യൻ മാള ദമ്പതികളുടെ 8 മക്കളിൽ ഒന്നാമനായി ജനിച്ച അയ്യങ്കാളി സാമൂഹ്യ പരിഷ്കരണത്തിൽ വലിയ പങ്ക് വഹിച്ചു. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗം, പുലയ സമൂഹത്തിൽപ്പെട്ട ആളുകൾ, മാറുമറക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, റോഡിലൂടെ നടന്നു പോകുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, 1900 കാലഘട്ടത്തിൽ എല്ലാ റോഡിലൂടെയും പോകുവാൻ കഴിയുന്ന രീതിയിലേക്ക് വില്ലുവണ്ടി എന്ന സംവിധാനത്തിലൂടെ, അതായത് അന്നത്തെ ഉയർന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും അവർ നടക്കുന്നത് പോലെ നടക്കുവാനും കാളവണ്ടിയിൽ സഞ്ചരിക്കുവാനും എല്ലാം അദ്ദേഹത്തിന് കഴിഞ്ഞുകൊണ്ട് ഒരുപാട് വിപ്ലവങ്ങൾ ഈ കേരളത്തിൽ അദ്ദേഹം നടത്തി. ഏതൊരു ജനവിഭാഗത്തെയാണോ സമാജത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തേണ്ടത്, വിദ്യാഭ്യാസം അതിന് അനിവാര്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇദ്ദേഹത്തെ ക്രൈസ്തവ മതത്തിലേക്ക് സ്വാധീനിക്കുവാൻ പലരും പരിശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മറുപടി വളരെ പ്രശസ്തമായിരുന്നു. അത്, ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ജനവിഭാഗമുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവർ, അക്ഷരജ്ഞാനമില്ലാത്തവർ, അവർ കൂട്ടത്തോടുകൂടി മതം മാറി ക്രിസ്തുമതം സ്വീകരിക്കുമെന്ന്. എൻ്റെ ധർമ്മത്തിൽ പോരായ്മകളുണ്ട്, ഞാനതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ശ്രേയാത് സ്വധർമ്മോ വിഗുണ എന്ന് പറയുന്ന ആ മഹത്തായ കാര്യം, എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എൻ്റെ ധർമ്മമാണ്, എൻ്റെ ധർമ്മത്തിൽ പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മയെ പരിഹരിക്കണം. ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പവിത്രമായ എൻ്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അത് ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്നുകൂടിയ ദുരാചാരമായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ആചാര്യന്മാർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ ബോധമില്ലാതെ ബ്രാഹ്മണൻ, പുലയൻ, പറയൻ, ഈഴവൻ, ആ രീതിയിലുള്ള വേർതിരിവിലൂടെ എല്ലാവരെയും പീഡിപ്പിച്ചു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ പറയുക, നായർ സമൂഹവും നമ്പൂതിരി സമൂഹവും ഈഴവന്മാരെ പീഡിപ്പിച്ചു. കാരണം ഈഴവ സമൂഹത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞത്. ഈഴവ സമൂഹത്തിനിടയിലാണ് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒരു കാലത്ത് ഇല്ലാതാക്കുവാൻ കഴിഞ്ഞത്. എങ്കിൽ നമ്പൂതിരി നായരെ ബഹുമാനിച്ചിട്ടില്ല, നായർ ഈഴവനെ ബഹുമാനിച്ചിട്ടില്ല. ഈ ഈഴവന്റെ വീട്ടിൽ പുലയനെയും കയറ്റിയിട്ടില്ല, പുലയന്റെ വീട്ടിൽ പറയനെയും കയറ്റിയിരുന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ വേദങ്ങളെ വ്യസിച്ച മുക്കുവൻ, സത്യവതി എന്ന മുക്കുവ സ്ത്രീയുടെ മകനായ കൃഷ്ണദ്വൈപായന് വേദങ്ങളെ വ്യസിക്കുവാൻ കഴിയുന്ന ഈ നാട്ടിൽ ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ എല്ലാവരെയും പീഡിപ്പിച്ചു. പുല്ലിനെ പുൽച്ചാടി തിന്നു, പുൽച്ചാടിയെ തവള തിന്നു, തവളയെ പാമ്പ് തിന്നു എന്ന് പറഞ്ഞതുപോലെ പറയനെ പുലയനും, പുലയനെ ഈഴവനും, ഈഴവന് നായരും, നായരെ നമ്പൂതിരിയും പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. അന്ന് നമ്മൾ പറയും നമ്പൂതിരിമാരെല്ലാം സുഖിച്ചു എന്ന്. തെറ്റായിരുന്നു. അത് ഏറ്റവും പീഡനങ്ങൾ നമ്പൂതിരിമാർ നടത്തിയത് ആ കുടുംബത്തിൽ തന്നെയായിരുന്നു. ഒരു കുടുംബത്തിൽ 5 ആൺമക്കളുണ്ടെങ്കിൽ മൂത്തവന് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ സ്ത്രീകളുടെ വിശ്വാസങ്ങളും സ്ത്രീകളുടെ ജീവിതവും വളരെ ദുസ്സഹമായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉയർന്നത് താണതെന്ന് പറയുമെങ്കിലും എല്ലാ ജാതിയിലും പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നായർ സമൂഹത്തിൽ മരുമക്കത്തായ സംവിധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ എല്ലാ സമുദായത്തിലും ഉണ്ടായിരുന്നു. ഇവിടെയാണ് പുലയ സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഈ മഹാത്മാവ് മഹാത്മാ അയ്യങ്കാളി എന്ന പേരിൽ അറിയപ്പെട്ടു. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം നമ്മൾ വിശദീകരിക്കുമ്പോൾ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പഠിക്കുമ്പോൾ മഹാത്മാ അയ്യങ്കാളിയാണ് ഹൈന്ദവ ഐക്യത്തിലൂടെ പുലയ സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നതി കൂടി സാധ്യമാക്കിയ ആ മഹാത്മാവിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ സാദര പ്രണാമം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.